അപ്പോൾ വീണ്ടും രാവിലെ തന്നെ എന്താ വന്നേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ എൻ്റെ ബാക്കി. അപ്പോൾ നമുക്കിടാൻ ഒരുപാട് വോയിസ് ഉണ്ട്, ഒരുപാട് ചാറ്റുകളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇടുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ. മച്ചി 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 എന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ 2 പേര് സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്. വിളിച്ചോട്ടെ, ഇന്നും ഞാൻ അവർക്കെതിരെ കേസിന് പോയിട്ടില്ല. ആ വീഡിയോസൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ വീഡിയോസോ സ്ക്രീൻഷോട്ടോ എന്ത് കിട്ടിയാലും ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇന്നും ഞാൻ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട്, എൻ്റെ ചാനലിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് എന്നെ മാച്ചിന്ന് വിളിച്ചിട്ട് തേറി വിളിച്ചിട്ട്, കുട്ടികളുണ്ടാവാത്തവളെ നീ കുട്ടികളെ ഉണ്ടാക്കി കാണിക്കേടി, മറ്റേ മോളെ മറിച്ച മോളെ എന്ന് വിളിച്ചിട്ട് ഇന്ന് കേസിന് പോയിട്ടില്ല. അതിന് ഞാൻ കേസ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അത് ദൈവത്തിൻ്റെ കോടതിയിലേക്ക് കൂടി വന്നാൽ അവർക്ക് എന്ത് കിട്ടും? ഒരു 120 കിട്ടും. എനിക്കതല്ല വേണ്ടത്. ആ കേസ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കോടതിയിലേക്കാണ് വിട്ടിരിക്കുന്നത്. അപ്പം എന്നെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം മച്ചി 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 എന്ന് വിളിക്കുന്ന ഈ 2 നികൃഷ്ട ജന്മങ്ങൾക്ക് അനുകൂലമായി നിന്നിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി കെണി വച്ച് സൗഹൃദം നടിച്ച് പൈസ വരെ അയച്ചു തന്ന, അതാണ് ഏറ്റവും വലിയ രസം. നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല, പൈസ വരെ എനിക്ക് അയച്ചു തന്ന്. എന്തിനു വേണ്ടി? എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റുകൾ ഇടുന്നു അല്ല, ആരെങ്കിലും ഒരു 50, 10, 1 രൂപയോ 100 ഒക്കെ അയച്ച് 500 രൂപ വരെയാണ് എനിക്ക് കൂടി വന്ന് കിട്ടിയ സമയം. പിന്നെ അതല്ലാണ്ട് എന്നെ സഹായിച്ചേക്കണത് ആരാന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. എൻ്റെ ഗിരി ചേച്ചി എന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ ഒന്നുമല്ല. ആ എന്നെ സഹായിച്ച ടൈമിലും ഗിരി ചേച്ചി കല്യാണം, അതിൻ്റെ തിരക്കുകൾ, ബുദ്ധിമുട്ടുകൾ, ഒരു കല്യാണം നടത്തുന്നതിൻ്റെ ചിലവുകൾ, അതൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഗിരി ചേച്ചി എന്നെ സഹായിച്ചിട്ടുള്ളത്. അതും എനിക്ക് വല്ലാതെ ഡൗണായി നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഗിരി ചേച്ചി പൈസ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. നമ്മളോട് സൗഹൃദം നടിച്ചിട്ട് നമ്മുടെ വിശ്വാസം പിടിച്ചു പറ്റാനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വരുന്നത് ഈ ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കാന്ന് കേട്ടിട്ടില്ലേ? ബാക്കിയുള്ളവർ നമുക്കെതിരെ അത് നമ്മുടെ ശത്രുക്കളാണെന്ന് നമുക്കറിയാം, തിരിച്ചറിയാം. അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് എന്തിനാണ്? നമുക്കെതിരായിട്ട് താങ്ങാൻ, അല്ലെങ്കിൽ നമുക്കെതിരെ പണിയാൻ, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് കുത്താനാണ്. അവരുടെ ഉദ്ദേശം നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആ ഒരു നിഗമനം തെറ്റില്ല. പക്ഷെ ഇത് കൊട്ടേഷൻ എടുക്കുകയാണ്. എന്നെ അവിടെ വരുത്തിച്ചിട്ട് എന്നെ അവിടെ വരുത്തിക്കണം. അതാണ്. ഒരുപാട് തവണയായി വിളിക്കുന്നു, മാസങ്ങളായി വിളിക്കുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല? ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ആപത്തുകളിൽ നിന്ന് കാത്തിരക്ഷിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് നമ്മളെ തടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് അവരുടെ കൊട്ടേഷനും പറ്റി നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് സ്നേഹവും സൗഹൃദവും നടിച്ച് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്ന, എന്താ ഞാൻ പറയുക, ചിലപ്പോൾ ഞാൻ എൻ്റെ ശത്രുക്കളോട് വരെ ക്ഷമിച്ചേക്കും. പക്ഷെ ഇങ്ങനെയുള്ളവരോട് ക്ഷമിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ശത്രുക്കൾ തരുന്ന വേദനയേക്കാളും വലിയ വേദനയാണ് ഇതുപോലുള്ള ആൾക്കാർ നമ്മൾക്ക് തരുന്ന വേദന. ഒരു ശത്രു വന്ന് നമ്മുടെ നെഞ്ചത്തേക്ക് കടാര വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നും. കാരണം അത് ശത്രുവാണെന്ന് നമുക്ക് അറിയാം. അവൻ എന്തിനാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പോഴും ആ അറിയാത്തപ്പോഴും നമ്മളെ രക്ഷിച്ച് നിർത്തുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇവരെയൊക്കെ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തന്നോ? ഇവർ ഈ പർദ്ദ തുളസി എന്നും പറഞ്ഞ് തുടങ്ങി മുമ്പേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ പർദ്ദ തുളസി എന്നുള്ള കാര്യം വന്നപ്പോൾ ഉറപ്പിച്ചു. അതിന് മുമ്പുള്ളത് സംശയമായിരുന്നു. ഇത് വന്നപ്പോൾ ഉറപ്പിച്ചു. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ, പൊട്ടിയുടെ പോലെ എന്നോട് ചോദിച്ചു, ദാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഞാൻ എന്താ പൊട്ടന്? ബാല ചോദിക്കുന്ന പോലെ ഞാൻ എന്താ പൊട്ടന്? ഇത്രയും പണി പണിതിട്ട് പിന്നെ ഒന്നും അറിയാത്ത പോലെ അവരുടെ പിന്നാലെ അവരെ കൊണ്ട് തന്നെ വീണ്ടും പിന്നാലെ വന്ന്
സംസാരിപ്പിക്കാനായിട്ട് ഒരാൾക്കിട്ട് ഇത്രയും താങ്ങിയിട്ടു. എന്നെ അവിടെ വരുത്തിക്കാനാണ് ശ്രമിച്ചത്. ആർക്ക് കൊട്ടേഷൻ എടുത്തത്? എന്ത് കിട്ടിയെന്ന് ഞാൻ ഒരിക്കൽ ഇവളോട് ചോദിച്ചു. നീ ആരുടെയെങ്കിലും ചാരനാണോ? അപ്പം എന്നോട് ചോദിച്ചത് എനിക്ക് 5 പവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംശയം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു പ്ലാനും പദ്ധതിയും നടത്തുന്നുണ്ടെങ്കിൽ അത് പാളിപ്പോകാതെ അതിൽ ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. പ്ലാൻ വർക്കൗട്ട് ആവുന്നതിന് മുമ്പേ പ്ലാൻ പൊളിഞ്ഞു പോയി എന്ന് തന്നെ പറയേണ്ട വരും. എന്നെ ക്ഷണിക്കുകയാണ്, എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണ്. ഞാൻ പറഞ്ഞതുപോലുമല്ല, എന്നെ അങ്ങോട്ട് ക്ഷണിക്കും, ഇന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് അവിടെ പോവാം, ഞാൻ ഒരാളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അത് ചെയ്യാം, നമുക്ക് അത് കാണാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിക്കുവാണ്. എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ശത്രുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ മിത്രമായി വന്നിട്ട് കഴുത്തറക്കുന്ന ആളോട് ശത്രു വന്ന് മുന്നിൽ നമ്മുടെ നെഞ്ചിൽ കടാര തറച്ചാലും നമുക്ക് ഇത്രയേ ഉള്ളൂ, നമുക്കറിയാം അത്. പക്ഷെ മിത്രമായി നിന്ന് വന്ന് കഴുത്തറുത്ത് കഴിഞ്ഞാൽ അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റൂല. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങളും സംസാരിപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഇട്ട് കൊടുത്ത് അതാണ് ഞാൻ പറയുന്നത്, ഇടയ്ക്കൂടെ പണി നടുക്ക് നിന്നിട്ട് ഈ 2 തലയും കത്തിച്ചു പിടിച്ചുകൊണ്ട് നടുക്ക് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. എന്ത് ധൈര്യമാണല്ലേ! വെടികളുടെ കൂടെ നടക്കുന്നവരാരാ? വെടിയല്ലേ? അതാ ഞാൻ പറയുന്നത്. പിന്നെ ഹിന്ദുക്കൾക്ക് ശത്രു ഹിന്ദുക്കൾ തന്നെയാണെന്ന് പറയുന്നത് കറക്റ്റാണ്. എന്നെ ഉപദ്രവിച്ചത് ഒരു മുസ്ലിമൊന്നുമല്ല, എന്നെ ഉപദ്രവിച്ചത് ഒരു ഹിന്ദുവാണ്, ഒരു ഹിന്ദു സ്ത്രീയാണ്. പാർട്ടി ഇല്ല എന്ന് പറയുന്നു, പക്ഷെ പാർട്ടി ഉണ്ട്. ഇനി ഏത് പാർട്ടി എന്ന് കണ്ടുപിടിക്കണം. പാർട്ടി ഇല്ല, RSS അല്ല. അറിഞ്ഞാൽ നാണക്കേടാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കാമോ മുൻകൈ എടുത്തിട്ട്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമെന്നറിയില്ലേ? ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോലുള്ളവർ ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് കേട്ട് നിങ്ങൾ എന്താ പറയുക, ആകൃഷ്ടരായിട്ട് അവിടെ ഇവിടെയും ചെന്ന് നിൽക്കരുത്. ഏതെങ്കിലും ഒരു സൈഡിൽ പോവുക. നിങ്ങൾക്ക് ആരോടാണോ വിശ്വാസം അവിടെ പോയിട്ട് അത് ചെയ്യുക. പിന്നെ കുറേ പറയാനുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എനിക്ക് ഛർദ്ദിക്കേണ്ട വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് നീ മനസ്സിലാക്കിക്കോ. ഞാൻ ചോദിക്കാതെ ആണെങ്കിലും നീ എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വായടച്ച് മിണ്ടാണ്ടിരിക്കുന്നത്. നാണമുണ്ടോ നിനക്ക്? ഉളുപ്പും മാനമുണ്ടോ നിനക്ക്? വെടികളുടെ ചങ്ങാത്തം പിടിച്ച് വെടികളുടെ കൂടെ നടക്കുന്നവരെ വെടിയെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അപ്പം നീ പറഞ്ഞു അവൾ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യണമെങ്കിലേ കാരണം വേണം. എനിക്കിട്ട് പണിയാനായിട്ട് നീ വന്ന് നിൽക്കുമ്പോൾ നിനക്കെതിരെ വീഡിയോ ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ എന്നെ ഇത്തരത്തിൽ കുഴിയിൽ ചാടിച്ച് എന്നെ അവിടെ വരുത്തിക്കാനായിട്ട് ശ്രമിച്ചത്, ഇവർക്ക് കൂട്ടുനിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തത് ഒരു ഹിന്ദുവാണ്. പാർട്ടി ഏതെന്ന് പിന്നെ പറഞ്ഞുതരാം. എന്തായാലും ഈ താത്തയുടെ വിഷയത്തിൽ ഹിന്ദുക്കൾ എന്നെ ഹിന്ദുക്കൾക്ക് ഇട്ട് നല്ലോണം താങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പലവട്ടം ചിന്തിച്ച്, അവിടെയും പോവും ഇവിടെയും പോവും, ഇതെന്താ സംഭവം, ഒരു സ്റ്റാൻഡില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ച്. ഒരുപാട് പേര് സ്ത്രീകളടക്കം എന്നെ കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരാളുടെ വീഡിയോയോ വോയിസോ പുറത്തിട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. ഈ പറയുന്ന വെടിവാണം താത്ത തന്നെ ഒരുപാട് വോയിസുകളും നമ്പർ അടക്കം പുറത്തുവിടുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം നമുക്കും അത് പറ്റാനിട്ടാണോ എന്തേ നമ്മൾ ചെയ്യാത്തത്? അപ്പോൾ വെടികളുടെ കൂടെ കൂട്ടുകൂടി നടക്കുന്നവരെ അതിക്കും മേലെ എന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ മാന്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം. പുറത്തറിഞ്ഞാൽ മാന്യത പോകുമെന്ന് വിചാരിച്ചിട്ട് ഇത്തരം വെടികളോടൊക്കെ സഹവാസം നടത്തുന്നവരെ ഞാൻ എന്താണ് പിന്നെ വിളിക്കേണ്ടത്? മഹദി, ആ ഒരു പേര് എനിക്ക് പറഞ്ഞു തരണം. പിന്നെ ഹസ്ബൻഡിനെ വിളി എന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ തീട്ടം വിഷയത്തിൽ എൻ്റെ ഹസ്ബൻഡൊന്നും ഇടപെടൂല. അപ്പം ഇതിനായിരുന്നു നീ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചത് അല്ലേ? ബാപ്രിയേ എന്നും പറഞ്ഞിട്ട്. നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ഈ ചതി എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കുത്തുന്നുണ്ടെങ്കിലും പിന്നീന്ന് കുത്തരുത്, മുന്നീന്ന് കുത്തുക. മനസ്സിലായില്ലേ?
നമ്മളൊരാളെ കുത്താനായിട്ട് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ഇനി നിനക്ക് തന്നെ വേണ്ടിയിട്ട് നീ ചെയ്യുന്നതാണെങ്കിലും പിന്നീന്ന് കുത്തരുത്, മുന്നിൽ വന്ന് കുത്തുക. അതാണ്ടി ആണായാലും പെണ്ണായാലും വേണ്ടത്. അപ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കക്കൂസ് വെടിമോൾക്ക് വേണ്ടിയിട്ട് എന്നെ കെണിപ്പെടുത്താനായിട്ട് കൊട്ടേഷൻ ഏറ്റെടുത്തത് ഒരു ഹിന്ദു സ്ത്രീ. എന്തല്ലേ വല്ലാത്ത ജാതി. ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഹനിക്കുന്നു, ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ കുഴിയിൽ ചാടിക്കുന്നു. അതുമൂലം താത്ത അറുമാദിക്കുന്നു. താത്തയ്ക്ക് വെള്ളം കോരി കുട പിടിച്ചു കൊടുക്കുന്ന ഹിന്ദുക്കളെ നാണമുണ്ടോ സ്ത്രീയെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാണോ മാനോ ഉളുപ്പുണ്ടോ ലേശം? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കാൻ എന്നടുത്ത്. ഹിന്ദുക്കളുടെ പേരും മാനവും കളയാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇത് പുറത്തറിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾക്ക് നിൽക്കണോ? വല്ലാത്ത ജാതി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇത്തരത്തിൽ ഒരാളെ ചിരിച്ചിട്ട് കഴുത്തിറക്കരുത് കേട്ടോ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിന് മുല്ലയുടെ സൗന്ദര്യമാണെങ്കിൽ നീ ചാരി നിൽക്കുന്നത് എന്തിൻ്റെ മേളിലാണോ ആ സൗരഭ്യമല്ലേ നിനക്കുണ്ടാവുള്ളൂ. അപ്പം ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞ് നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിന്നെ അങ്ങനെ വിളിക്കണമെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടാക്കിയത് ആരാന്ന് കൂടി നീ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്നെ കൊടുക്കാനായിട്ട് കൊട്ടേഷൻ എടുത്തിറങ്ങിയ ചേച്ചിക്ക് എന്ത് കിട്ടി? എന്ത് തന്നു കൊയിലാണ്ടി വെടി? കൊട്ടേഷനല്ലയോ, കൊട്ടേഷൻ ടീമല്ലയോ? എൻ്റെ പുന്നാര കൂട്ടുകാരി, ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, സംശയം തോന്നാൻ നീ ഇടവരുത്തിയിട്ടിടയിൽ നിൻ്റെ മാസ്റ്റർ പ്ലാൻ ആകെ തുടക്കത്തിൽ പൊളിഞ്ഞു പാളീസായില്ലേ. പ്ലാൻ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് ആലോചിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പം എൻ്റെ കൂട്ടുകാരി, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക. സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ട്, നാണമുണ്ട്, മാനമുണ്ട് എന്നൊക്കെ ആലോചിക്കുക. ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ ആലോചിച്ചില്ലേ ഇങ്ങനെ കാര്യങ്ങൾ വന്നാലോ? ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണം. സുരേഷ് ഗോപിയൊക്കെ എന്താ ഇപ്പോൾ ഈ സാധനത്തിൻ്റെ 7 അയലത്ത് പോലും വരാത്തത്? നാറ്റക്കേസാടോ, അതുകൊണ്ടാണ് വരാത്തത്. നിങ്ങൾ കൂടെ നടക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോണം. നിങ്ങൾ ഇനിയും മറ്റുള്ളവരെ പണിയാനായിട്ട് ഇവരുടെ കൊട്ടേഷൻ കൊണ്ട് വരരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെ വരും എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിക്കുക. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ വിളിച്ചു പറഞ്ഞിട്ട് അയ്യോ അവൾ എൻ്റെ പേര് പറഞ്ഞ്, അവൾ എൻ്റെ ഫോട്ടോ കാണിച്ചു, അവൾ എൻ്റെ നമ്പർ വെച്ചു, എനിക്ക് മാനക്കേടാണ്, എൻ്റെ മാനം പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. പിന്നെ എന്നെ മച്ചി എന്ന് വിളിക്കുന്ന വിഷമം കൊണ്ടാണ് നിങ്ങളൊക്കെ വരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്നെ മച്ചി എന്ന് വിളിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ അതിന് കേസ് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ ഈ നിമിഷം വരേക്കും ആ ഒരു വിഷയത്തിന് ഞാൻ കേസ് കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെന്നറിയോ? ഞാനത് ദൈവത്തിൻ്റെ കോടതിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൊരു കേസാണ്. എനിക്ക് ഫീലിങ്സ് ഇല്ലടോ. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? എന്നെ മച്ചിന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ. മച്ചി എന്നുള്ള വിളി കേട്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്കിട്ട് എന്നെ കുഴിയിൽ കെണിയിൽ ചാടിച്ചിട്ട് എന്നെ അവിടെ വരുത്താൻ നോക്കിയത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ, അല്ലേ? അപ്പം എന്നോട് ആരും അധികം സഹതാപം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു വിഷയത്തിൽ അത് എൻ്റെ ഫാൾട്ടാണ്, അത് ഞാൻ അനുഭവിക്കേണ്ട കാര്യമാണ്. എനിക്ക് വിഷയമില്ലാത്തിടത്തോളം കാലം ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. എന്നിട്ടും നിങ്ങളെനിക്ക് സഹായമല്ലല്ലോ ചെയ്തത്, ഉപദ്രവമല്ലേ ചെയ്തത്. മച്ചി എന്നുള്ള വിളി കേട്ടിട്ട് ഒരു സ്ത്രീയാണല്ലോ, ഒരു കുട്ടികളില്ലാത്തൊരു സ്ത്രീയാണല്ലോ ഇങ്ങനെ ഒരുത്തിയിരുന്ന് വിളിക്കുന്ന, ഒരുത്തനും കൂടി ഇരുന്ന് വിളിക്കുന്നതെന്ന് കേട്ടിട്ട് എന്നോട് സഹതപിച്ചിട്ട് വന്ന സ്ത്രീ എനിക്കിട്ട് പണിയാനായിട്ട് കൊട്ടേഷൻ എടുത്തിട്ടാണ് വന്നതെന്നുള്ളൊരു കാര്യം വിശ്വസിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത കൊട്ടേഷനായിട്ട് ഇനി എപ്പോഴാണാവോ? സമയവും സന്ദർഭമൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം. കൊയിലാണ്ടിക്കോ കോഴിക്കോട്ടേക്കോ എങ്ങോട്ടാണ് വരണ്ടേന്ന് പറഞ്ഞാൽ മതി, വരാം.